ഗൈസ് നമ്മളങ്ങനെ മുംബൈ അണ്ടർഗ്രൗണ്ട് വഴി പോവുകയാണ്. ഈയിടെയായിട്ട് തുറന്ന ഒരു മുംബൈ അണ്ടർഗ്രൗണ്ട് ആണ് ഇത്. മുംബൈ CSTന്ന് എവിടേക്കോ പോകുന്ന വഴിയാണ്. രാഹുലെ ഈ വഴി എങ്ങോട്ടാണ് തിരഞ്ഞെടുക്കുന്നത്? രാഹുലെ 60 സ്പീഡ്, ഓവറാണ്. ക്യാമറയൊക്കെ ഉണ്ട്. ഇത് ഞാൻ അതേപോലെ എടുത്ത് മറ്റേനകത്ത് ഇടും കേട്ടോ, എന്റെ യൂട്യൂബ് ചാനലിൽ ഇടും. ഇങ്ങനെയൊക്കെയുള്ള കോമഡി ആണെങ്കിൽ എല്ലാവരും നാട്ടുകാർ കാണും. നമ്മളിവിടുന്ന് വിലയപ്പാറിലേക്ക് പോകുന്ന വഴിക്ക് ഈ അണ്ടർഗ്രൗണ്ടിൽ കയറിയതാണ്. നല്ല അണ്ടർഗ്രൗണ്ട് എന്ന് തോന്നുന്നു. കുറെ നേരം ഉണ്ട്. 60 km/h ആണ് എന്റെ മാക്സിമം സ്പീഡ്. അല്ല, ആ വഴി കൂടെ പോകാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 2 വഴിയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കുക. ബസ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ബസ് ലൈനാണ്. ഇതൊക്കെ UK പോലെ ആക്കുവാന്ന് തോന്നുന്നല്ലോ. ഇപ്പം ലെഫ്റ്റില് ബസ് ലൈൻ ആക്കിയ ഒരു പുതിയ സംഭവമൊക്കെ കൊണ്ടുവന്നു. 2 പോകാൻ പറ്റത്തുള്ളൂ. പാർക്കിന്റെ താഴെ കൂടെ ഹാങ്ങിങ് ഗാർഡൻസ്. അതെ, നമ്മള് ഹാങ്ങിങ് ഗാർഡന്റെ താഴെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മള് ബാൻഡ്ര വോളിൽ കയറും തോന്നുന്നല്ലേ. നന്നായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ 2 പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരാണ്. അവരാണ് ഈ കച്ചറകളൊക്കെ വെക്കുന്നത്. ഇതൊക്കെ ഞാൻ അതേപോലെ അപ്ലോഡ് ചെയ്യും. ഇതിനകത്തൊന്നും കട്ടില്ല. ഞാനിതിടും. നമ്മള് വെളിയിലെത്താറായി. അപ്പം വെളിയിലുള്ള അപ്പൊ നമ്മള് ലാല ലജ്പത് റായ് മാർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ടണൽ ഇവിടെ എൻഡ് ചെയ്യുവാണ്. 30 മീറ്ററോടെ മാത്രമേ ഉള്ളൂ ടണല്. അപ്പോൾ നല്ല അടിപൊളി ടണലാണ്. ഇനി മുംബൈയിലേക്ക് വരുന്നവർ ഈ ടണലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാറ് മാത്രമേ ഇതിനകത്ത് പറ്റത്തുള്ളൂ. ലോറിയും ബൈക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുംബൈ കാണാൻ പറ്റുന്നത് ലോറിക്കാണല്ലോ. ഞങ്ങളുടെ കൊമഡിയനുണ്ട്. പുള്ളി മറ്റേ സ്ക്രിപ്റ്റിലൊക്കെ തമാശ എഴുതുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ നേരെയാണ് പോകുന്നത്, ബോർലിക്കാണ് പോകുന്നത്. നമ്മൾ ബോർലി ബാൻഡ്ര എയർപോർട്ട് വഴിയാണ് പോകുന്നത്. ലെഫ്റ്റിലോട്ട് പോകുന്നത് കറങ്ങി വരാൻ ഹാസ്യകാരനാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. അതെ, ഒരു ബുക്കും പേപ്പറും കൂടെ ഒക്കെ നമുക്ക് തുടങ്ങാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.